12-10 വെഹിക്കിളുകൾ 10 അടി 12 അടി ഹൈറ്റിൽ പോയിട്ട് റിട്ടേൺ വന്ന് വീഴുന്ന രീതിയിലേക്ക് ബ്ലാസ്റ്റ് സെറ്റ് ചെയ്താണ് എടുത്തത്. കാന്താരയുടെയും KGF-ൻ്റെയൊക്കെ മാസ്റ്റർ വിക്രം മോഹൻ പുള്ളിയാണ് ഒരു ത്രൂ ഔട്ട് ഫൈറ്റ് മൊത്തം ചെയ്തേക്കുന്നത്. അങ്ങനെയുള്ളൊരു റിയൽ ഫാക്റ്റിനെ തൂക്കി നമ്മൾ നേരെ എന്ത് ചെയ്തു, നമ്മുടെ കറുപ്പിൻ്റെ സോങ്ങിൽ ആഡ് ചെയ്തു. അപ്പോൾ സോങ്ങിൻ്റെ പല ഫ്രെയിമുകളും എടുത്താലും കറുപ്പ് സ്വാമിയുടെ അരുവ വെച്ചേക്കുന്നത് 75 ഫീറ്റ്, 85 ഫീറ്റ്, 65 അങ്ങനെ ഒരു മെഷർമെൻറ്റ് സ്കെയിലാണ്. എല്ലാം വലിയ സ്കെയിലാണ് സ്റ്റാച്ചു മേക്ക് ചെയ്തത്. സ്പോട്ടിൽ അത് ഓക്കെയും പറഞ്ഞ് ചെന്നൈക്ക് വരുത്തി ഭയങ്കര കാര്യമായിട്ട് നമ്മളോട് ടൈം സ്പെൻഡ് ചെയ്തതാണ്. ഒരു ജെനുവിൻ ഒരു ബൈ ഹാർട്ടാണ്. ഇന്ദ്രൻ ചേട്ടൻ തമിഴ്നാട്ടിനെ വന്ന് കുലുക്കിയിട്ട് വന്നൊരു വ്യക്തിയാണ്. ഭയങ്കര സൂര്യ സാറും അദ്ദേഹം ഓഡിയോ ലോഞ്ചിൽ ഇന്ദ്രൻ ചേട്ടനെ കുറിച്ച് ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചു. അത് വളരെ ജെനുവിനാണ്. മഞ്ഞുമൽ ബോയ്സ് നമ്മളിരുന്ന് കണ്ടാൽ പോലും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത്രയും പെർഫെക്റ്റും അതിലാ വാട്ടർ ലീക്കേജ്, അതിലൊരു നമ്മൾ ഉള്ളിലേക്ക് ഒരു സൺലൈറ്റ് അടിക്കുമ്പോൾ ഒരു ചെറിയ ഗ്ലെയറൊക്കെ കിടക്കും. അപ്പോൾ അതൊക്കെ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര മൈന്യൂട്ട് ഡീറ്റെയിൽ ആണ്. ഞാൻ മഹാവീരൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങളെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം ആയപ്പോൾ വരുന്നു, ഹീറോയും ഡയറക്ടറും തമ്മിൽ സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. മഹാവീരൻ ഷൂട്ട് നിർത്തി എന്നൊക്കെ പറഞ്ഞു. അതായത് ഞങ്ങളിപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് പാക്കപ്പായിട്ട് നോക്കുമ്പോൾ വരുന്ന ന്യൂസാണ്. നമ്മൾ എന്താണോ അതിൻ്റെ റിയാലിറ്റി എന്ന് നോക്കാണ്ട് ന്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ട്. കേരളത്തിലെ എല്ലാ സൂര്യ ഫാൻസിനും വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് അവർക്ക് ആഘോഷിക്കാൻ പറ്റുന്നൊരു നല്ല സിനിമ തന്നെയായിരിക്കും. മാവീരൻ, മദ്രാസി, സൂര്യചിത്രം, കറുപ്പ് തുടങ്ങിയ സിനിമകളുടെ ആർട്ട് ഡയറക്ടറായ അരുൺ വെഞ്ഞാറമൂടാണ് ഇന്ന് റിപ്പോർട്ടർ ഫിലിംസ് നമ്മോടൊപ്പം. നമസ്കാരം. നമസ്കാരം. പലപ്പോഴും ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടർ ഒരു വർക്ക് എന്ന് പറയുന്നത് അത് പ്രേക്ഷകർ ഇതൊരു സെറ്റാണ് അല്ലെങ്കിൽ ഇതൊരു ഫേക്ക് ആണെന്ന് മനസ്സിലാക്കാത്തടത്താണ് ഒരു ആർട്ട് ഡയറക്ടർ വിജയിക്കുന്നതെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതേസമയം തന്നെ പലപ്പോഴും ഒരു സിനിമയുടെ ഒരു സെറ്റ് വർക്ക് അല്ലെങ്കിൽ ഒരു ആർട്ട് ഡയറക്ടർ പലപ്പോഴും വേണ്ടത്ര സ്വീകാര്യത കിട്ടാതെ പോകാറുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഒരു സിനിമയുടെ വലിയ വിജയം എന്ന് പറയുമ്പോൾ ഒരു ഫസ്റ്റ് ചെയ്തെന്ന് പറയുന്ന നടനിലേക്കോ അല്ലെങ്കിൽ സംവിധായകനിലേക്കോ സംഗീത സംവിധാനത്തിലേക്കോ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചില സമയങ്ങളിൽ നമ്മൾ പലപ്പോഴും ഭയങ്കര ഗംഭീരമായിട്ട് കഷ്ടപ്പെട്ട് ചെയ്തൊരു വർക്ക് ചില സമയങ്ങളിൽ പ്രേക്ഷകർ തിരിച്ചറിയാതെ പോകുന്നതും ഒരു വിഷമം ഉണ്ടാക്കാറുണ്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. കാരണം എനിക്ക് തന്നെ എൻ്റെ പേഴ്സണൽ ഇതിൽ എടുത്തു കഴിഞ്ഞാൽ സുഴൽ എന്ന് പറഞ്ഞിട്ട് ആമസോണിൽ വെബ് സീരീസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് കണ്ട ആൾക്കാർ അല്ലെങ്കിൽ നമ്മളാണ് അത് ചെയ്തു എന്നറിയുന്ന ആൾക്കാർക്കൊക്കെ അതിനോട് വലിയ താല്പര്യവും അല്ലെങ്കിൽ അത് വളരെ നല്ല വർക്കാണെന്നും പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. പക്ഷെ അതേ സെയിം ടൈം തന്നെ ഇത് നമ്മളാണ് ചെയ്തതെന്ന് മറ്റുള്ളവരിലേക്ക് അധികം എത്തിയിട്ടുമില്ല. കാരണം എനിക്ക് തോന്നുന്നു 5 വർഷത്തിന് മുന്നെയാണ് സുഴൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ സമയത്തൊന്നും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത്രയും ടെക്നിക്കൽ സൈഡ് ഇൻ്റർവ്യൂസോ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യനെ ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു ടെക്നീഷ്യനെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അന്ന് ആ സമയത്തൊന്നും അത്രയും ഒരു ടെക്നിക്കൽ സൈഡ് വാല്യൂ അല്ലെങ്കിൽ അത്രയും ഇൻ്റർവ്യൂസും പരിപാടികളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ചെയ്ത ഒരു വലിയ വർക്ക് ഒരുപക്ഷെ വെളിയിൽ എല്ലാവരും പറയുന്നുണ്ട് നല്ല വർക്കാണെന്ന്, പക്ഷെ അത് നമ്മളാണ് ചെയ്തതെന്ന് ആരും അറിയുന്നില്ല. ഈ പറഞ്ഞ പോലെ ഒരു മ്യൂസിക് ഡയറക്ടർ ആണെങ്കിൽ ആ പാട്ടും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോഷൻ പരിപാടികളും ഒക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകരിലേക്ക് എത്തും. കാരണം ആ പാട്ടിൻ്റെ റീച്ച് കൂടുന്നതിനനുസരിച്ച് പുള്ളി മാക്സിമം ഒരു റീച്ച് കിട്ടും. അതുപോലെ ഡയറക്ടർ ആണെങ്കിലും DOP ആണെങ്കിലും മീൻസ് സിനിമയിൽ മാക്സിമം DOP വരെ ആ ഒരു നേരത്തെയൊക്കെ അങ്ങനെ ആയിരുന്നു. പക്ഷെ എനിക്കൊന്നും ഇപ്പോൾ അത് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ റീസെൻ്റ്ലി എല്ലാം നമുക്ക് മലയാളത്തിൽ തന്നെ ആർട്ട് ഡയറക്ടേഴ്സ് ഒരുപാട് പേര് ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഞങ്ങളുടെ ആർട്ട് ഡയറക്ഷൻ്റെ ഒരു വലിയൊരു പേര് വാങ്ങി അതെ അവരിലേക്ക് എത്തിച്ചു. ഇപ്പം ജോതി ശങ്കർ, അജയൻ ചാലശ്ശേരി, അങ്ങനെ ഒരുപാട് പേരുടെ നല്ല നല്ല വർക്കുകൾ എല്ലാവരും കാണുകയും അപ്പം അവർ ആർട്ട് ഡയറക്ഷൻ എന്താന്നുള്ളതെല്ലാം മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു തുടങ്ങി. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളും ഇപ്പം ഈ പറഞ്ഞ അവരൊക്കെ എൻ്റെ സീനിയേഴ്സാണ്. അപ്പോൾ എനിക്ക് നമ്മൾ അവരുടെ പാത പിന്തുടർന്ന് പുറകെ പോകുമ്പോൾ അതെല്ലാം നമുക്ക് കുറച്ചുകൂടെ ഹെൽപ്പാകുന്നുണ്ട്. ഈ പറഞ്ഞ ഞാനിപ്പോൾ മലയാളത്തിൽ നിന്ന് തമിഴിൽ പോയി ചെയ്യുമ്പോഴാണെങ്കിലും നമുക്കൊരു സ്വീകാര്യത കിട്ടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾക്ക് ഇവിടെ നമ്മുടെ മുന്നിലുള്ള ആൾക്കാർ ചെയ്തു വെച്ച ആ ക്വാളിറ്റി വർക്കാണ്. കാരണം നമ്മൾ തമിഴിൽ ഇപ്പം നമ്മൾ പോകുമ്പോൾ അവർക്ക് ഏറ്റവും ഒരു ഹാപ്പി എന്ന് പറയുന്നത് മലയാളത്തിൽ നിന്നൊരു ടെക്നീഷ്യൻ വരുമ്പോൾ അവർക്കൊരു ട്രസ്റ്റ് ഉണ്ട്. മലയാള സിനിമ എന്ന് പറയുമ്പോൾ അവർക്കൊരു വലിയൊരു വിശ്വാസം. അതെ. പിന്നെ നമ്മൾ എപ്പോഴും
മലയാള സിനിമ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അതെ. ആർട്ട് ഡയറക്ഷൻ. കാരണം നമ്മൾ എത്ര വലിയ സെറ്റുകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും നമുക്ക് ബഡ്ജറ്റ് ലിമിറ്റഡ് ബഡ്ജറ്റ് ആണ്. ലിമിറ്റഡ് ബഡ്ജറ്റേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ലിമിറ്റഡ് ബഡ്ജറ്റിൽ നിന്നാണ് നമ്മുടെ ബെസ്റ്റ് ഔട്ട് നമ്മൾ എവിടെ കൊടുക്കുന്നത്? മലയാളത്തിൽ കൊടുക്കുന്നത്. ആ ലിമിറ്റഡ് ബഡ്ജറ്റിൽ നിന്ന് നമ്മളൊരു ബെസ്റ്റ് ഔട്ട് മലയാളത്തിൽ കൊടുത്തിട്ട് നമ്മൾ തമിഴിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം, ബഡ്ജറ്റ് ഫ്രീഡം ഉണ്ട്. അപ്പം നമ്മളിവിടെ ഒരു പക്ഷേ ഒരു സെറ്റ് 20-25 ലക്ഷത്തിന് നമ്മൾ വലിയ പ്രഷർ എടുത്ത് നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ വലിയ ബെറ്റർ ആക്കാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടിയൊക്കെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയാൽ പോലും അതിനുള്ള സ്പേസ് ഉണ്ടാവില്ല. കാരണം അപ്പോഴത്തേക്ക് നമുക്ക് പ്രൊഡക്ഷൻ സൈഡും പ്രൊഡ്യൂസർ സൈഡും ആ ബഡ്ജറ്റ് ലിമിറ്റേഷൻ വരും. പക്ഷെ അതേ സെയിം ടൈം നമുക്ക് തമിഴിലാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് നമ്മുടെ ഔട്ടിൻ്റെ ബെസ്റ്റ് വരണം. അവിടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് സെക്കൻഡാണ്. അപ്പം നമുക്ക് ആ വിഷ്വൽ ക്ലാരിറ്റിക്കും അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അവിടെ കോംപ്രമൈസ് ഉണ്ടാവില്ല. ഇപ്പം കറുപ്പാണ് ഇനി വരാനിരിക്കുന്ന സിനിമ, ഒരു സൂര്യ പടം. എനിക്ക് കുറച്ച് നാൾക്ക് ശേഷം വരുന്ന ഒരു സൂര്യയുടെ ഒരു ഭയങ്കര ഫെസ്റ്റിവൽ, ഒരു എൻ്റർടൈനർ പടമാണ്. നമ്മൾ ട്രെയിലർ കാണുന്ന സമയത്ത് ഒരു എന്താണ് ഒരു അമ്മൻ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പിൽ വരുന്ന ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു തമിഴിലും അത്തരത്തിലൊരു ബാക്ക്ഡ്രോപ്പിലുള്ള സിനിമ വന്നിട്ട് കുറച്ച് കാലമാണല്ലോ. എനിക്കൊന്ന് പണ്ടൊരു സമയത്ത് ഈ അമ്മൻ സിനിമകൾ തമിഴിൽ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, പഴയ കാലത്ത്. ഇപ്പം എനിക്കൊന്ന് വടിവേലുവിൻ്റെ ഒക്കെ ഒരു പഴയ സിനിമയുണ്ട്, അപ്പോൾ എനിക്ക് കുട്ടിക്കാലത്തൊക്കെ കണ്ടൊരു ഓർമ്മയുണ്ട്. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോൾ അത് നിന്നു. പിന്നെ അന്വേഷണം വരുന്നത് ഈ മൂക്കുത്തി അമ്മൻ പടമാണ് ഇതിനെ വീണ്ടും റിവൈവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ജോണറിൽ വരുന്ന സിനിമയാണ് കറുപ്പ്. അപ്പോൾ ഇതിൻ്റെ ട്രെയിലർ കാണുന്ന സമയത്ത് നമുക്കറിയാം ഭയങ്കര ഗ്രാൻഡാണ്, ഒന്നിനും ഒരു കുറവുമില്ല. വിഗ്രഹങ്ങൾ വരുന്നു, ഈ അരുവ അത് സാധനങ്ങൾ എല്ലാം വരുന്നു. കറുപ്പിൻ്റെ വർക്ക്സ് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് നമുക്ക്? ഞാൻ കറുപ്പിലേക്ക് എത്തുന്നത് മദ്രാസി എന്ന് പറയുന്ന സിനിമ ശിവകാർത്തികേയൻ പടം കഴിയുമ്പോഴാണ് കറുപ്പിൽ നിന്ന് കോള് വരുന്നതും അതിലേക്ക് ജോയിൻ ചെയ്യുന്നതും. കറുപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കഥയും കാര്യങ്ങളും കേട്ടപ്പോഴത്തേക്കും വലിയ സ്കെയിൽ മൂവിയാണെന്ന് അപ്പോഴേ മനസ്സിലായി. പിന്നെ ഈ പറഞ്ഞ കണക്ക് അതിൻ്റെ DOP GK വിഷ്ണുവാണ്. പുള്ളി ജവാന്റെയും മെർസലിൻ്റെ അതെ വലിയ ഇപ്പം അഡ്ലി പടം ചെയ്തുകൊണ്ടിരിക്കുന്നു മുംബൈയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സിനിമയുടെ ഫസ്റ്റ് മീറ്റിംഗ് കഴിയുമ്പം തന്നെ അതിൻ്റെ സ്കെയിൽ വലുതാകണമെന്നുള്ളൊരു പ്ലാൻ നേരത്തെ ഉണ്ടായിരുന്നു. വിഷ്വലി റിച്ച് ആയിരിക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. കാരണം എനിക്ക് തോന്നുന്ന വിഷ്വലി റിച്ച് ആവുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു ഈ പറഞ്ഞ ആ തമിഴ്നാടിൻ്റെ ഫ്ലേവർ കട്ടാവാണ്ട് പ്ലസ് ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ ഒരു ഓർഗാനിക് ഫീൽ ഉണ്ട്. അതൊന്നും മിസ്സാവാണ്ട് ആ വിഷ്വൽ സ്കെയിൽ വലുതാക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നത് സുഴൽ ഞാൻ ചെയ്തതാണ്. അപ്പം ആ സുഴൽ കണ്ടിട്ടാണ് സുഴലും ഇതേ ഒരു സിമിലർ തീമിൽ വരുന്നത്. സുഴൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ അമ്മൻ ഫെസ്റ്റിവലാണ് മൊത്തം. ഒരു സീരീസിൽ ഒരു 10 ദിവസത്തെ അമ്മൻ ഫെസ്റ്റിവലാണ്. നല്ല സീരീസാണ്, ഗംഭീര സീരീസാണ്. അപ്പൊ അത് കണ്ടിട്ടാണ് ഇവര് കറുപ്പിലേക്ക് വിളിക്കുന്നത്. അപ്പൊ കറുപ്പില് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ കറുപ്പ് സ്വാമിയുടെ എലമെന്റ് ആണ് കൂടുതൽ നമുക്കുള്ളത്. കാരണം നമുക്ക് ആ സോങ്ങിലൊക്കെ കണ്ടാൽ മനസ്സിലാവും. കാരണം അതില് കൂടുതലും കറുപ്പ് സ്വാമിയുടെ സ്റ്റാച്യൂസും പൂജയും കറുപ്പ് സ്വാമിയെ റിലേറ്റഡ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ സ്കെയില് വലുതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ആക്ച്വൽ കാണുന്ന മെഷർമെന്റിൽ നിന്നും ഒരുപാട് വലിയ ഒരു സൈസിലേക്കാണ് നമ്മൾ ആ സെറ്റ് മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ നോർമലി നമ്മൾ ഒരു കറുപ്പ് സ്വാമിയുടെ കയ്യിരിക്കുന്ന അരുവ നമ്മൾ 2 feet ഇല്ല 5 feet. പക്ഷേ നമ്മുടെ കേരളത്തിൽ അത്രയൊക്കെയാണ് ഒരു ലിമിറ്റ് ഉള്ളത്. പക്ഷേ തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ വലിയ അരുവ ഈ ക്ഷേത്രത്തിലേക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതും വലിയ അരുവ ക്ഷേത്രത്തിലേക്ക് കാണിക്കായിട്ട് വെക്കുന്നതും ഒക്കെ ഉള്ളൊരു സിസ്റ്റം ഉണ്ട്. അപ്പം അത് ലൈവാണ്, അത് റിയലായിട്ട് നടക്കുന്ന സംഭവമാണ്. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, അങ്ങനെ ഉള്ളൊരു റിയൽ ഫാക്റ്റിനെ തൂക്കി നമ്മൾ നേരെ എന്ത് ചെയ്തു, നമ്മുടെ കറുപ്പിൻ്റെ സോങ്ങിൽ ആഡ് ചെയ്തു. അപ്പം സോങ്ങിൻ്റെ പല ഫ്രെയിമുകളും എടുത്താലും അതിലെല്ലാം ഈ പറഞ്ഞ ഓരോ ഫ്രെയിമിലും കറുപ്പ് സ്വാമിയുടെ അരുവ വച്ചേക്കുന്നത് 75 feet, 85 feet, 65 അങ്ങനെ ഒരു മെഷർമെൻറ്റ് സ്കെയിലാണ്. അപ്പം നമുക്ക് ഫ്രെയിം എവിടെ ഫ്രെയിം വെച്ചാലും നമുക്ക് ആ ഫ്രെയിം കാണുമ്പോൾ ഭയങ്കര ഗ്രാൻഡിയർ ആയിരിക്കും. ഫ്രെയിമിൻ്റെ വലുപ്പം, അതായത് നമ്മൾ ഇട്ടേക്കുന്ന സെറ്റിൻ്റെ വലുപ്പം ഭയങ്കരമായിട്ട് കാണിക്കും. അതുപോലെ തന്നെ സ്റ്റാച്യൂസ് കറുപ്പ് സ്വാമിയുടെ
എല്ലാം വലിയ സ്കെയിലാണ് സ്റ്റാച്ചു മേക്ക് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാം ഒരു 20 ഫീറ്റിന് മേളിലോട്ട് ഉണ്ട്. അതുപോലെ സോങ്ങിനകത്തൊരു ഒരു ഫ്രെയിമിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്തേക്കുന്നത് തമിഴ്നാട്ടിൽ കറുപ്പസ്വാമിയുടെ ഒരു ക്ഷേത്രമുണ്ട്. വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ഒരു വാതിലാണ്, ഒരു കട്ടള മാത്രം വെച്ചിട്ടുള്ള ഒരു ഡോർ മാത്രമുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അതെനിക്ക് തോന്നുന്നു വർഷത്തിൽ ഒരിക്കൽ എന്തുകൊണ്ട് അത് തുറക്കുന്നത്, അന്നാണ് നമുക്ക് ആ വിഗ്രഹം കാണാൻ പറ്റുന്നത്. അപ്പം അതും നമ്മൾ എന്ത് ചെയ്തു, അതങ്ങനെ അവിടുന്ന് നമ്മൾ കോപ്പി ചെയ്ത്, മീൻസ് ആ ഒരു നമ്മൾ ഇതിനെപ്പറ്റി കുറേയൊക്കെ നമ്മൾ തിരക്കും. കാരണം നമ്മൾ സെർച്ച് ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് എന്നെങ്കിലും ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ അതിന് ആൻസർ കൊടുക്കാൻ തീമും കൂടെ ആകുമ്പോൾ അതിൽ മറ്റൊരു രീതിയിൽ പോകാൻ. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് അത് തെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് അവിടെ നിന്ന് ചോദ്യം വരും. ഈ പറഞ്ഞ ഒന്നുമില്ല, ഒരു ഏതെങ്കിലും കാണുന്ന ഒരാള് ഇപ്പം നേരത്തെ പോലെ നമുക്ക് സിനിമ എന്ന് പറയുന്ന തിയേറ്ററിൽ കണ്ട് പോകുന്നതല്ല. ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലാണ് സിനിമ. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു സിനിമ എങ്ങനെ വേണമെങ്കിലും വാച്ച് ചെയ്യാം. ഒരു വൺ ടൈം വാച്ച് ചെയ്യാം, പിന്നെ അതിനെ ഡീറ്റെയിൽ ആയിട്ട് വാച്ച് ചെയ്യാം. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ ഈ പറഞ്ഞ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ നോക്കുന്ന ആൾക്കാരുണ്ട്. ആർട്ടിനെ പറ്റി നോക്കുന്ന, അല്ലെങ്കിൽ ആർട്ടിന്റെ മിസ്റ്റേക്കുകളായിക്കോട്ടെ, അല്ലെങ്കിൽ മേക്കപ്പിന്റെ മിസ്റ്റേക്കുകളായിക്കോട്ടെ, അങ്ങനെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്ന ഇപ്പോൾ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളും എപ്പോഴും അതൊന്ന് കെയർ ചെയ്തായിരിക്കും നമ്മുടെ വർക്കുകൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഓഡിയോ ലോഞ്ച് നടന്ന സമയത്ത് സൂര്യ സാർ ചേർത്ത് പിടിച്ച് നിർത്തി സംസാരിക്കുന്നത് കണ്ടു. അതിനെക്കുറിച്ച് ഈ RJ ബാലാജിയും പറഞ്ഞു ഇതിൻ്റെ ഒരു മലയാളി ആർട്ട് ഡയറക്ടർ ഇവിടെ വന്ന് ഇതിനെ റീക്രിയേറ്റ് ചെയ്തെടുത്തു എന്ന്. ഒരു സൂര്യ സാറിനൊപ്പം വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാർ, നമുക്കിപ്പോൾ ഒരു ഫാൻ ബൈ മൊമെന്റ്, അതിനെല്ലാം അപ്പുറം, അതെ, ഒരു ഫാൻ ബൈ മൊമെന്റിന് അപ്പുറത്തേക്ക് അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. കൂടെ നിൽക്കുകയാണ് നമ്മൾ, അദ്ദേഹത്തിന് പെർഫോമൻസ് നേരിട്ട് കാണുകയാണ്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് പൂജയുടെ അന്നാണ് ഞങ്ങൾ നേരിൽ കാണുന്നത്. അപ്പം അന്ന് തന്നെ പുള്ളിയെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ അരുൺ, അപ്പം ഇങ്ങനെ സുഴലൊക്കെ ചെയ്ത എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ പുള്ളി പറഞ്ഞു, ആ സുഴൽ ഞാൻ കണ്ടിരുന്നു, നല്ല വർക്കാണ്. അതായത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയത് ബെറ്റർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത്രയും വലിയൊരു ഹീറോ പറയേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ വർക്കിന് തരുന്ന ഒരു ക്വാളിറ്റിയും നമുക്ക് തരുന്നൊരു വാല്യൂമാണത്. അന്ന് ഞങ്ങൾ ആ മീറ്റ് ചെയ്ത, ഇന്നും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ഓഡിയോ ലോഞ്ചിലാണ് കാണുന്നത്, അന്ന് വരെയും എല്ലാ ദിവസവും കാണുമ്പോഴും നമ്മളെ വിഷ് ചെയ്ത്, നമ്മൾ തിരിച്ചും വിഷ് ചെയ്ത്, വളരെ നമുക്കൊരു എന്താ പറയുക, ഒരു സ്നേഹത്തോടെ ഉള്ള ഒരു അപ്രോച്ച് ഉണ്ടല്ലോ. അത് ഈ പറഞ്ഞ ഒരു പക്ഷേ എനിക്ക് കിട്ടിയൊരു വലിയ ഗിഫ്റ്റ് തന്നെയാണ് ഈ ഒരു സിനിമയിൽ നമുക്ക് കിട്ടിയ. കാരണം എനിക്ക് വൈഫ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ പോസ്റ്റർ റിലീസ് ഒരിക്കലും സൂര്യ സാറിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്ന പരിപാടി നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നതല്ല. പക്ഷേ ടീം അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വെറുതെ അതിങ്ങനെ സൂര്യ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ചുമ്മാ ഒന്ന് സൂചിപ്പിച്ചു, ഇങ്ങനെ ഒരു ചെറിയൊരു ആഗ്രഹം ഉണ്ട് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു പുള്ളി സ്പോട്ടിൽ അത് ഓക്കെയും പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഇവരെ ചെന്നൈക്ക് വരുത്തി ഒരു 20-25 നിമിഷം നമ്മളെ കൂടെ സ്പെൻഡ് ചെയ്ത് ഭയങ്കര കാര്യമായിട്ട് നമ്മളോട് ടൈം സ്പെൻഡ് ചെയ്ത ഒരാളാണ്. അതുപോലെ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നതിനേക്കാളും ഒക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ജെനുവിൻ ഒരു ബൈ ഹാർട്ടാണ്, ഭയങ്കര രസമുള്ളൊരു മനുഷ്യനാണ്. നമുക്ക് എപ്പോഴും നമ്മൾ ഇടപഴകും തോറും നമുക്ക് കുറച്ചുകൂടി കൂടുതൽ സ്നേഹം, ഭയങ്കരമായിട്ട് കൂടുതൽ ഇഷ്ടം. കാരണം നമ്മൾ ഈ കാണുന്ന അഗ്രം ഫൗണ്ടേഷനും ഇതൊന്നും അല്ല, ഇതിനൊക്കെ മേളിൽ പുള്ളി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം അഗ്രം ഫൗണ്ടേഷൻ്റെ ഇപ്പോൾ ഒരു പുതിയ ബിൽഡിംഗ് ചെന്നൈയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൂര്യ സാറ് തന്നെ പറഞ്ഞിട്ട് ഞാനത് പോയി നോക്കിയായിരുന്നു. അപ്പം ചുമ്മാ അതിൻ്റെ ഫൈനൽ വർക്കൊക്കെ ഭയങ്കര സൗകര്യത്തിലാണ് ചെയ്തേക്കുന്നത്. അതായത് അവിടെ വരുന്ന സ്റ്റുഡൻസിന് പഠിക്കാനും, എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞത്, നമുക്കിവിടെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് പഠിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഇവിടെ അവർ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കൂടുതൽ സമയം ഇരിക്കാൻ തോന്നണം, അല്ലെങ്കിൽ അവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഹാപ്പി ഒരു ആംബിയൻസ് ആയിരിക്കണമെന്ന്. അപ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ വരുന്നവർ ഇരുന്ന് പഠിച്ചോട്ടെ എന്നല്ല ചിന്തിക്കേണ്ട, പക്ഷെ പുള്ളി അവിടെ പഠിക്കാൻ വരുന്നവർക്ക് പോലും അവരുടെ ഭയങ്കര കംഫോർട്ടായിട്ട് അവർ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഇരിക്കണം എന്നാൽ അത്രയും ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്.
ഈ കറുപ്പിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് തവണ റിലീസ് ഡേറ്റ് പറഞ്ഞു, പിന്നെ മാറ്റിവെച്ചു, പല ഡിലേകളുണ്ടായി, ഇതിനിടയ്ക്ക് പല നെഗറ്റിവിറ്റിയും സിനിമയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നു, പ്രൊഡ്യൂസറും ആർ ജെ ബാലാജിയും തമ്മിൽ അടിയാണെന്നുള്ള തരത്തിലുള്ള അഭിയോഗങ്ങൾ വരുന്നു. പിന്നെ അവസാനം ഈ പറയുന്ന പോലെ സിനിമ റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ പോലും റിലീസ് മെയ് 14 മാറ്റിവെച്ചു എന്നുള്ള തരത്തിൽ പല റൂമേഴ്സ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുന്നു. അപ്പോൾ നിങ്ങൾ ടീമിൻ്റെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണല്ലോ, ആർ ജെ ബാലാജി ടീമിനെ ക്ലോസ് നിൽക്കുന്ന ആൾക്കാർ. ഈ ഒരു ഇത്തരത്തിലൊരു സിനിമയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു നെഗറ്റിവിറ്റിയും അത് ആ ടീം ഒരു ഒരു എന്താണ് പറയുന്നത് ഒരു ഓവർകം ചെയ്തതൊക്കെ എങ്ങനെയാണ്? അതായത് അല്ല, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു സിനിമ ചെയ്യുമ്പോഴും ഈ പരിപാടികളുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേ മദ്രാസി ഞാൻ ചെയ്ത സമയത്ത് അതിനകത്തും ഇതുപോലുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ മാവീരൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇന്ന് ഷൂട്ട് വളരെ ഹാപ്പി ആയിട്ട് ഡയറക്ടറും ഹീറോയും ഞങ്ങളെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം ആയപ്പോൾ വരുന്നു ഹീറോയും ഡയറക്ടറും തമ്മിൽ സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ഹീറോയും ഡയറക്ടറും തമ്മിൽ സെറ്റിൽ വലിയ വിഷയങ്ങൾ, മാവീരൻ ഷൂട്ട് നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് അന്ന് വൈകുന്നേരം ഷൂട്ട് നിർത്തി. അതായത് ഞങ്ങളിപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് പാക്കപ്പായിട്ട് നോക്കുമ്പോൾ വരുന്ന ന്യൂസാണ്. അപ്പം അവിടെ സെറ്റിലുള്ള വ്യക്തിയാണ് ഞാനും. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഹീറോയും ഉണ്ട്. എനിക്ക് തോന്നുന്നത് മാവീരൻ ചെയ്യുന്ന സമയത്ത് ഹീറോ ഭയങ്കര ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തത്. ഞങ്ങൾ എല്ലാവരുമായിട്ടും ഒരു ചെറിയ ബ്രേക്ക് ഉണ്ടെങ്കിൽ പോലും പുള്ളി കാരവാനിൽ പോകാണ്ട് ഞങ്ങൾ ആ ടെക്നിക്കൽ ടീമിനോടൊപ്പം നിന്ന് അത്രയും ഭയങ്കര രസകരമായിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അതിന് അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ഓരോ ന്യൂസ് ഇങ്ങനെ വരുമായിരുന്നു. പിന്നെ ഞങ്ങളൊരു ബ്രിഡ്ജ് എന്തോ ഷൂട്ട് ചെയ്ത സമയത്ത് ഇവിടെ എന്തോ ഈ നാട്ടുകാർക്ക് കൊടുക്കേണ്ട ബ്രിഡ്ജിനെ കൊടുക്കാണ്ട് സിനിമ ഷൂട്ട് ചെയ്യും. ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 75% പോലും വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇനിയും ഉണ്ട്. എങ്ങനെ പോയാലും ഒരു 4-5 മാസത്തെ വർക്ക് ഉണ്ട്. എന്നാലേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പം അവർക്ക് നമ്മൾ എന്താണോ അതിൻ്റെ റിയാലിറ്റി എന്ന് നോക്കാണ്ട് ന്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അത് എല്ലാ സ്ഥലത്തും ഉണ്ട്. അതിപ്പോൾ ഈ പറഞ്ഞ അവിടെ തമിഴിലാണെങ്കിൽ ഇപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ നിന്നൊരു ആരെങ്കിലും ഒരാൾ ചെയ്യുന്ന പരിപാടിയായിരിക്കും ഇതിങ്ങനെ സ്പ്രെഡ് ഇങ്ങനെ. അപ്പോൾ ഒരാൾ ഈ പറഞ്ഞ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അങ്ങ് വിടും. പിന്നെ അപ്പോൾ പിന്നെ കിട്ടുന്ന ആൾക്കാർക്ക് ഇതിന്റെ ജെനുവിൻ ഇത് തിരക്കാൻ നിൽക്കത്തില്ല. ഇതിങ്ങനെ ഷെയറായി അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് എത്തും. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഫാൻസ് ഒരു ചെറിയ ഫൈറ്റ് ഉണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു അത് കറുപ്പിന് നല്ല രീതിയിൽ ഉണ്ട്. കാരണം എനിക്ക് തന്നെ ഞാൻ റീസെൻ്റ്ലി എനിക്ക് ന്യൂസ് 18 ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഇന്റർവ്യൂവിൽ ഞാനിങ്ങനെ ഈ പറഞ്ഞ സൂര്യ സാറിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചു. സ്വാഭാവികമായിട്ട് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ നല്ല മൊമെന്റ്സ് ആണ്. കാരണം ഞാൻ പുള്ളിയുടെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഹാപ്പി മൊമെന്റ്സ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അത് ഒരു പക്ഷെ കേൾക്കുന്ന ഒരാളിന് അത് എത്രത്തോളം വാല്യുബിൾ ആണെന്നോ അല്ലെങ്കിൽ കേൾക്കുന്ന ഒരാളിന് അത് എത്രത്തോളം സ്വീകാര്യമാണെന്നോ നമുക്കറിയില്ല. അത് നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ പോലും ആ ഒരു വീഡിയോ വന്നതിൻ്റെ താഴെ ഈ പറഞ്ഞ അതിനകത്തൊരു കമന്റ് കേട്ടു ഞാൻ. എന്താ സൂര്യ സാറും അതിൻ്റെ എന്തോ ഫാൻ ഇത് മൊത്തം പുറത്തേക്ക് വരുന്നെന്നോ അങ്ങനെയൊക്കെ എന്തോ അങ്ങനെ ഒരു കമന്റ് ഉണ്ട്. ഞാൻ വളരെ ജെന്യുവൻ പറയുന്നു, ഞാൻ പുള്ളിയുടെ ഫാനാണ്. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ കണ്ട സിനിമകൾ എന്ന് പറയുന്നത് അത്രയും ഗംഭീര സിനിമകളാണ്. പുള്ളി പറഞ്ഞ 7-ാം അറിവൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര രസകരമായിട്ട് എനിക്കിപ്പോഴും മനസ്സിൽ നിൽക്കുന്ന. അതുപോലെ 6 വേലു, ഇതൊക്കെ കുറേ അങ്ങനെ സിനിമകളുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട. പിതാമഹനിൽ പോലും പുള്ളിയുടെ ഗംഭീര അതൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ നമുക്കത് സിനിമയിലും തിയേറ്ററിലും ടിവിയിലും കണ്ട എനിക്ക് പുള്ളി നേരിട്ട് നമ്മളോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം വളരെ വലുതാണ്. അതും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ മുകളിൽ നമുക്ക് തരികയാണ്. അപ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ ഒരു ഫാൻ ബോയ് എന്ന് പറയുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഇപ്പം ട്രെയിലറിൽ തന്നെ ഒരു ഡയലോഗ് ഉണ്ട്, ഇങ്ങനെ കുറച്ച് നാളില്ലായിരുന്നപ്പോൾ ഇങ്ങനെ പേടിച്ചു പോയോ എന്നുള്ള ഒരു പുള്ളിയുടെ ഒരു സിഗ്നേച്ചർ ഡയലോഗ്. അതെ. അപ്പം അദ്ദേഹത്തിന് കഴിഞ്ഞ കുറച്ച് പടങ്ങൾ വർക്കായില്ല, ചില കാരണങ്ങൾ കൊണ്ട് വർക്കായില്ല. പക്ഷെ സൂര്യ ഫാൻസിന് ഒരു എന്താണ് പറയുന്നത് ഫെസ്റ്റിവൽ ആയിരിക്കും, ഒരു വൻ കംബാക്ക് ആയിരിക്കും കറുപ്പ്. ആസ് ആൻ ആർട്ട് ഡയറക്ടർ എന്താണ്? അല്ല, ഞാൻ ഇപ്പോഴും കേരളത്തിലെ എല്ലാ സൂര്യ ഫാൻസിനും വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ഗംഭീര മൊമെന്റ്സ് ഉള്ള ഒരു സിനിമയാണ്. സൂര്യ സാറിൻ്റെ രസകരമായിട്ടുള്ള ഒരു ലുക്സും അല്ലെങ്കിൽ അവർക്ക് ആഘോഷിക്കാൻ പറ്റുന്നൊരു നല്ല സിനിമ തന്നെ ആയിരിക്കും കറുപ്പ്. ഈ പറഞ്ഞ പോലെ എന്തെന്ന് പറഞ്ഞാലും നമ്മുടെ സ്വന്തം കുഞ്ഞ് നമുക്കെപ്പോഴും
വളരെ വലുതാണ്. അപ്പം അതുകൊണ്ട് തന്നെ കറുപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സിനിമ തന്നെയാണ്. വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ടെക്നീഷ്യൻസിൻ്റെ ഒരു നല്ലൊരു ഹാർഡ് വർക്ക് ഇതിനകത്തുണ്ട്. ഈ പറഞ്ഞ GK വിഷ്ണു എന്ന് പറയുന്ന DOPയുടെ ഒരു ബെസ്റ്റ് ഡെഡിക്കേഷൻ വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ RJ ബാലാജിയുടെ ബെസ്റ്റ്, കാരണം പുള്ളി ഇതുവരെയും ചെയ്ത സിനിമകളിൽ നിന്ന് വലിയ ക്യാൻവാസ് പുള്ളി ഒരു ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞിരുന്നത് ഏകദേശം 3-4 വർഷമായിട്ട് പുള്ളി വളരെ ഡെഡിക്കേറ്റ് ആയിട്ട് വേറെ ഒന്നിനും പോവാണ്ട്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ ക്രിക്കറ്റിൻ്റെ കമൻട്രി ഒന്നും പോയിട്ടില്ല, ഷോസിന് പോകുന്നില്ല പുള്ളി, എനിക്ക് തോന്നുന്നു ഒരു ഇവൻസിന് പോലും പോവാണ്ട് ഫുൾ ആൻഡ് ഫുൾ കറുപ്പെന്ന് പറയുന്ന, നമ്മൾ എത്ര ഒരു വർക്കിന് വേണ്ടി ഡെഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അത്രയും ഔട്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ആ പുള്ളിയുടെ കൂടെ തന്നെ ഒരു കോർ ടീം തന്നെ ഉണ്ടായിരുന്നു റൈറ്റിംഗിൽ. അശ്വിൻ എന്ന് പറയുന്ന ഒരു റൈറ്റർ ഉണ്ട്, അതുപോലെ രാഹുൽ, അതുപോലെ കരൺ. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു കരൺ അടുത്ത സിനിമ ചെയ്യാൻ നിൽക്കുന്നത്. അപ്പൊ ഇവരെല്ലാം ടാലന്റഡ് ആയിട്ടുള്ള നല്ല ബെസ്റ്റ് ടെക്നീഷ്യൻസും ബെസ്റ്റ് ടീമുമാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ഔട്ട് എന്തായാലും കറുപ്പിലുണ്ടാവും. പിന്നെ ഇതൊന്നും അല്ലാണ്ട് നമുക്ക് ഈ പറഞ്ഞ കറുപ്പിന്റെ ഒരു പ്ലസ് മലയാളി സാന്നിധ്യം കൂടുതലാണ്, ഒരുപാട് മലയാളികള്. അതെ, ഈ പറഞ്ഞ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടം ഈ പറഞ്ഞ ഇന്ദ്രൻ ചേട്ടൻ അതിലുണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര ട്രെയിലറിൽ ചെറിയൊരു പോർഷൻ നമ്മൾ കണ്ടു, ഒരു കുഞ്ഞു പോർഷൻ കണ്ടു. അത് കണ്ടുകൊണ്ടാണ് ഞാൻ പിന്നെ എനിക്ക് ധൈര്യമായിട്ട് പറയാം. അപ്പം ഇന്ദ്രൻ ചേട്ടൻ വളരെ ഗംഭീരമായിട്ട് തമിഴ്നാട്ടിനെ വന്ന് കുലുക്കിയിട്ട് വന്നൊരു വ്യക്തിയാണ്. ഭയങ്കര സൂര്യ സാറും അദ്ദേഹം ഓഡിയോ ലോഞ്ചിൽ ഇന്ദ്രൻ ചേട്ടനെ കുറിച്ച് ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചു. അത് വളരെ ജെന്യൂൻ ആണ്. കാരണം ഇന്ദ്രൻ ചേട്ടൻ്റെ പെർഫോമൻസ് അവിടെയും എല്ലാവരും നോക്കി നിൽക്കുന്ന രീതിയിൽ ഇന്ദ്രൻ ചേട്ടൻ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് ശിവതയുണ്ട്, അതുപോലെ സ്വാസികയുണ്ട്, അനഘയുണ്ട്. ഇവരെല്ലാവരുടെയും ഗംഭീരമായിട്ടുള്ള ഒരു എന്താ പറയുക പെർഫോമൻസും പരിപാടികളും ഒക്കെ ഉള്ളതാണ് കറുപ്പ്. കൂടാണ്ട് അവിടുത്തെ ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മളെ മാത്രമല്ല. അപ്പം ഒരു എന്താ പറയുക കോമഡി ഉണ്ടോയെന്ന് വെച്ചാൽ കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ ആക്ഷൻ ഉണ്ട്. ആക്ഷൻ 2 ഫൈറ്റ് മാസ്റ്റേഴ്സാണ് ചെയ്തേക്കുന്നത്. കാന്താരയുടെയും KGF-ൻ്റെയൊക്കെ മാസ്റ്റർ വിക്രം മോർ, പുള്ളിയാണ് ഒരു ത്രൂ ഔട്ട് ഫൈറ്റ് മൊത്തം ചെയ്തേക്കുന്നത്. പിന്നെ അൻബർവ്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഫൈറ്റ് മാസ്റ്റർ അൻബർവാണ്. അവരാണ് ക്ലൈമാക്സ് ചെയ്തേക്കുന്നത്. അങ്ങനെ അത്യാവശ്യം എല്ലാം കൊണ്ടും ഒരു പാക്ഡ് പരിപാടിയാണ്. ഇമോഷണൽ ഒരുപാട് കണക്ഷൻസ് ഉള്ള സീൻസ് ഉണ്ട്, അങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ഫാൻ ബോയ് മൊമെന്റ്സ് ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടൊരു പാക്ക് സിനിമയാണ് കറുപ്പ്. വേറെ സിനിമയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ മദ്രാസി മുരുകോസ് ഫിലിം, അതൊരു ഭയങ്കര ക്യാൻവാസിൽ വന്നൊരു പടമാണ്, കംപ്ലീറ്റ് ആക്ഷൻ സിനിമയാണ്. അപ്പം എനിക്കൊന്ന് മുരുകോസ് സാറിൻ്റെ കുറേ നാൾക്ക് ശേഷം വന്ന ഒരു ഭയങ്കര ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഫിലിം കൂടെ ആയിരുന്നു. ശിവാർത്തികൻ്റെ ഒരു കംപ്ലീറ്റ് ആക്ഷൻ അവതാർ വന്നൊരു പടമാണ്, വേറൊരു പാറ്റേൺ വന്നു. അപ്പോൾ ഒരു ഹ്യൂമർ കുറവാണെങ്കിൽ ആക്ഷൻ ആണ്. അപ്പം അതിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ വർക്ക്സ് കാര്യങ്ങളൊക്കെ? കാരണം ഒരുപാട് ആക്ഷൻ ബ്ലോക്കുകളുള്ളൊരു സിനിമയാണ്, പല സെറ്റ് പീസസ് ഉള്ളൊരു സിനിമയാണ്. അതിൻ്റെ ഒരു വർക്ക്സ് ഒക്കെ എങ്ങനെയായിരുന്നു? പുള്ളിയും നമുക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ A to Z അതിനകത്ത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സെറ്റുകളൊക്കെ ഉണ്ടായി. ഈ ടോൾ ഗേറ്റിന്റെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീക്വൻസ്, അതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വലിയൊരു എക്സ്പെൻസ് ചെയ്തെടുത്ത ഒരു സീക്വൻസ് ആണ്. നമ്മൾ അവിടെ ഒരു റിയൽ ടോൾ ഗേറ്റ് ഉണ്ട്, ആ റിയൽ ടോൾ ഗേറ്റിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളും ഒരു സെറ്റ് ഓഫ് പീസ് സെറ്റ് ഇട്ടിട്ട് ഏകദേശം 30-40 വെഹിക്കിളുകൾ ഈ ഇടിച്ചു പൊട്ടിക്കാനും, എനിക്ക് തോന്നുന്നു 10-12 വെഹിക്കിളുകൾ കനോൺ ബ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. ഇത് മാത്രമല്ല, ഞാനൊരു മേക്കിംഗ് വീഡിയോ കണ്ടപ്പോഴേ ഇത് കൂടുതലും പ്രാക്ടിക്കൽ എഫേർട്സ് വെച്ചിട്ടാണ് ഇവർ ചെയ്തത്. VFX കുറവാണ്. അതാ പറഞ്ഞേ, നമ്മള് എനിക്ക് തോന്നുന്ന മദ്രാസിയിലെ ഏറ്റവും വലിയൊരു പ്ലസ് അതാണ്. നമ്മൾ ആ വിഷ്വൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഇമ്പാക്ട്. അതില് ഈ 12-10 വെഹിക്കിളുകൾ ബ്ലാസ്റ്റ് ചെയ്തേക്കാണ്. കനോൺ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് ഒരു 10 അടി 12 അടി ഹൈറ്റിൽ പോയിട്ട് റിട്ടേൺ വന്ന് വീഴുന്ന രീതിയിലേക്ക് ബ്ലാസ്റ്റ് സെറ്റ് ചെയ്താണ് എടുത്തത്. അന്ന് ആ ഒരു സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നതിന് മാത്രം ഏകദേശം 14-15 ക്യാമറകൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ആ വെഹിക്കിൾ ഇൻട്രാക്ട് ആവുന്ന പോർഷൻ പോലും ആ മൊമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് റിസ്ക് എടുത്ത് എനിക്ക് തോന്നുന്നു 5Dയോ 7D പോലുള്ള ക്യാമറകൾ നമുക്ക് തന്നെ അറിയാം അത് ഹിറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് പോലും നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു കേസൊക്കെ ഉണ്ടാക്കി അതിനകത്ത് ക്യാമറ എല്ലാം വെച്ച് അത്രയും റിസ്ക് എടുത്താണ് അത് ഷൂട്ട് ചെയ്തത്.
ഇപ്പോൾ ശിവകാർത്തികൻ ഇപ്പോൾ 2 സിനിമകൾ വർക്ക് ചെയ്തു, മദ്രാസിയും മാവീരനും. ഇനിയിപ്പോൾ സെയോണെന്ന് ഞാൻ സിനിമ വർക്ക് ചെയ്യാൻ പോകുന്നു. അപ്പം ഭയങ്കര ശിവകാർത്തികൻ്റെ ഗ്രോത്ത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു TV ആങ്കറിൽ നിന്ന് ഭയങ്കര ബാങ്കബിൾ ആയിട്ടുള്ളൊരു സ്റ്റാർ എത്തുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകൾ വലിയതായിട്ട് ഓപ്പൺ ചെയ്യുന്നു, 100 കോടി ക്ലബിലേക്ക് എത്തുന്നു. ശിവകാർത്തികൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറിനൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് അതെങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ പറഞ്ഞ SK. നമ്മളുമായിട്ട് ഈ പറഞ്ഞ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് പുള്ളിയുടെ കൂടെ നമുക്ക് കിട്ടിയ ഒരു വിഷയമാണ്. കാരണം എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു സ്റ്റാർ ഇത് മാറിയത് അമരനിലാണ്. അതെ, ഭയങ്കര ഒരു 300 crore ക്ലബ്ബ് കയറിയത്. അപ്പം ഞാൻ അതിന് ശേഷമുള്ള SKയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അതും ഭാഗ്യം കിട്ടി. അതിന് മുന്നേ ഉള്ള SKയുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടി. അപ്പോൾ കാരണം മാവീരൻ അതിന് മുന്നെയാണ്, മദ്രാസി അതിന് ശേഷമാണ്. പക്ഷെ നമ്മളോട് ആ മാവീരനിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് മദ്രാസിക്കും വന്നപ്പോഴും ഉള്ള, അതായത് പുള്ളിയുടെ സ്കെയിലും അല്ലെങ്കിൽ പുള്ളിയുടെ സിനിമാറ്റിക് ഇത് മാത്രമാണ് അവിടെ ചേഞ്ച് വന്നേക്കുന്നത്. പുള്ളി എന്ന് പറയുന്ന ശിവകാർത്തികൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ SK എന്ന് പറയുന്ന ഒരു ആ മനുഷ്യന് മാറ്റങ്ങളൊന്നുമില്ല. അതാണല്ലോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം പുള്ളി നേരത്തെ നമ്മളോട് എങ്ങനെയാണോ ഒരു സ്പേസ് തരുന്നത്, അല്ലെങ്കിൽ നേരത്തെ എങ്ങനെയാണോ നമ്മളോട് സംസാരിച്ചിരുന്നത്, അതുപോലെ തന്നെയാണ് ഇപ്പോഴും നമ്മളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കാരണം എനിക്ക് തോന്നുന്നു സെയ്യോണിൽ പോലും ഡയറക്ടർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പ്രൊഡക്ഷൻ ഡിസൈനർ അരുൺ വെഞ്ഞാറമൂടാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ സൂപ്പർ എന്ന്. അപ്പം അത് നമുക്ക് കിട്ടുന്നൊരു വിശ്വാസമാണ് നമ്മളുടെ അടുത്ത്. കാരണം കഴിഞ്ഞ 2 സിനിമകളും വർക്ക് ചെയ്യാൻ പറ്റി, അടുത്ത 3ാമത്തെ സിനിമയും വർക്ക് ചെയ്യുമ്പോൾ പുള്ളിക്ക് നമ്മളാണ് വരുന്നതെന്ന് അറിയുമ്പോൾ പുള്ളിയും ഹാപ്പിയാണ്. ആ ഒരു സംഭവം ഇപ്പോഴും അപ്പോഴും അതുപോലെ ഒരുപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഗ്രാഫും സ്കെയിലും ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം അത് നമുക്ക് നേരിട്ട്, കാരണം ഞാൻ മാവീരൻ വർക്ക് ചെയ്തതിനേക്കാളും ഒരുപാട് വലിയ ഫാൻ ബേസ് ഇപ്പം മദ്രാസിക്ക് കൂടിയിട്ടുണ്ട്. നമ്മൾ പുറം ഔട്ട്സൈഡ് ഔട്ട്ഡോർ ഒക്കെ ഷൂട്ടിന് പോകുമ്പോൾ ക്രൗഡ് കൂടുമ്പോൾ നമുക്കറിയാം ഭയങ്കരമായിട്ട് ഒരു ഫാൻ ബേസ് പുള്ളിക്ക് മാറിയിട്ടുണ്ട്. ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും ഭയങ്കരമായിട്ട് ഞെട്ടിച്ച ഒരു സെറ്റ് വർക്ക് കണ്ടൊരു സിനിമ ഏതായിരിക്കും? അത് നമ്മളെ മലയാളത്തിൽ തന്നെ മഞ്ഞുമൽ ബോയ്സ്, അജയൻ ചാലശ്ശേരി. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ അതിനെ പറ്റിയിട്ട് സംസാരം ഉണ്ടായിരുന്നു. അവിടെ ചെന്നൈയിൽ ഇങ്ങനൊരു ഗുഹ ഇടുന്നുണ്ട്, സെറ്റ് ഇടുന്നുണ്ട്, ഭയങ്കര രസമായിട്ടൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ. അതായത് സിനിമ റിലീസിന് മുന്നേ തന്നെ അവിടെ അതിനെപ്പറ്റി സംസാരം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനൊരു സിനിമ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. നമുക്കൊരു ആർട്ട്, എനിക്കിപ്പോൾ ഈ പറഞ്ഞ മാവീരൻ അങ്ങനത്തെ ഒരു സിനിമയാണ്. കാരണം ഭയങ്കരമായിട്ട് ആർട്ടിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, സ്ട്രോങ് ഒരു സ്റ്റോറിയും അതെ, അതിന്റെ കണ്ടന്റ് അതിനെ ബേസ് ചെയ്താണ് പോകുന്നത്. അതുപോലെയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നതിന്റെ ആ സിനിമയിലെ മെയിൻ ഒരു എലമെന്റ് അല്ലെങ്കിൽ മെയിൻ നായകൻ എന്ന് പറയുന്നത് ആ സെറ്റാണ്. അപ്പൊ അത് പുള്ളി എനിക്ക് തോന്നുന്നു ഒരു ആർട്ട് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തതല്ലാണ്ട് വേറൊരാൾ ചെയ്ത സിനിമയാണെങ്കിലോ ഞാൻ ചെയ്ത സിനിമയാണെങ്കിലും നമുക്ക് ആ വിഷ്വൽ കാണുമ്പോൾ അതിനകത്തുള്ള മിസ്റ്റേക്കുകൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. അതിപ്പോ വേറൊരാൾ ഞാൻ ചെയ്ത സിനിമയാണെങ്കിലും അവർക്ക് പെട്ടെന്ന് കിട്ടും, ഇതത് മിസ്റ്റേക്ക് ആണ്, അല്ലെ കളർ ഇച്ചിരി മാറിയിട്ടുണ്ട്, പാലറ്റ് വ്യത്യാസമുണ്ടെന്ന് പറയും. പക്ഷെ മഞ്ഞുമൽ ബോയ്സ് നമ്മളിരുന്ന് കണ്ടാൽ പോലും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത്രയും പെർഫെക്റ്റും. അതിലാ വാട്ടർ ലീക്കേജ്, അതിലൊരു നമ്മൾ ഉള്ളിലേക്ക് ഒരു സൺലൈറ്റ് അടിക്കുമ്പോൾ ഒരു ചെറിയ ഗ്ലെയർ ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര മൈന്യൂട്ട് ഡീറ്റെയിൽ ആണ്. അത് ഒരിക്കലും ഞാനൊരു സെറ്റ് ഇടുന്നത് കൊണ്ട് തന്നെ എനിക്കറിയാം നമ്മൾ ഇനി എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് നമ്മളൊരു ടീമിനെ ഏൽപ്പിച്ചാലും ആ ഔട്ട് കിട്ടത്തില്ല. ചില കാര്യങ്ങൾ അതിന് നമ്മൾ ആ പറഞ്ഞ ആർട്ട് ഡയറക്ടർ, ഈ പറഞ്ഞ അജയൻ ചാലശ്ശേരി അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിന്റെ പുറകെ നിന്നത് കൊണ്ടാണ് ആ ഔട്ട് കിട്ടിയേക്കുന്നത്. അപ്പൊ അതൊരു വലിയ, ഞാൻ കണ്ടതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വർക്കാണ്. അതുപോലെ ജ്യോതിഷേട്ടന്റെ വർക്കുകൾ, ബ്രഹ്മയുഗം, അതെല്ലാം ഭയങ്കര നല്ല ഗംഭീര വർക്കുകളാണ് ഇവിടുത്തെ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ എല്ലാം നടക്കട്ടെ, സിനിമ വലിയൊരു വിജയമാവട്ടെ, ഇനിയും ഒരുപാട് സിനിമകളിൽ ഈ പറഞ്ഞ പോലെ ഗംഭീര സെറ്റ് വർക്കുകൾ വരട്ടെ, അത് പ്രേക്ഷകർ തിരിച്ചറിയട്ടെ. താങ്ക് യു. എനിക്കും റിപ്പോർട്ടർ ചാനലിനോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഒരു സിനിമയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെയോ അല്ലെങ്കിൽ ആ മുൻനിരയിലുള്ള ആൾക്കാരെയാണ് സാധാരണ ഇന്റർവ്യൂവും പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പം നിങ്ങൾ കാണിക്കുന്ന ഈ പറഞ്ഞ ഒരു ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിൽ ഒരു സിനിമയുടെ എല്ലാ മേഖലകളും അത് പുറത്ത് കൊണ്ടുവരാനും അല്ലെങ്കിൽ അത് ഓഡിയൻസിലേക്ക് എത്തിക്കാനും ഒക്കെ കാണിക്കുന്ന അതും വലിയൊരു വലിയ ഘടകമാണ് സിനിമയുടെ. അപ്പം അതിന് ഒരുപാട് താങ്ക്സ്. താങ്ക് യു.